ഷെയ്ഖുൽ ഇസ്ലാം ഹാഫിള് ഇബ്നു അജറുൽ അസ്ഖലാനി ഇമാമിൻ്റെ മക്കാമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മഹാനെക്കുറിച്ച് നമുക്കറിയാം, ബുഖാരിയുടെ ഷറഹായ ഫതഹുൽ ബാരി എഴുതിയ വലിയ മുസന്നിഫാണ്, ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു മഹാന്റെ ചരിത്ര വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 17-ാം നൂറ്റാണ്ട് ഹിജറ 1773 ഷഅബാൻ മാസത്തിൽ പുരാതന കൈറോയിൽ നൈൽ നദീ തീരത്തുള്ള വീട്ടിലാണ് ഇമാം ഇബ്നു അജറുൽ അസ്ഖലാനി ജനിക്കുന്നത്. ഇമാമിന് 5 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഉമ്മയും ഉപ്പയും ഈ ലോകത്തോട് വിട പറഞ്ഞു. പൂർണ്ണാർത്ഥത്തിൽ അനാഥൻ, തികച്ചും ത്യാഗിയായിരുന്നു ഇമാം ഇബ്നു അജറുൽ അസ്ഖലാനി. 9-ാം വയസ്സിൽ തന്നെ ഇമാം പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി. ധാരാളം തവണ ആവർത്തിച്ചു പാരായണം ചെയ്തു മനഃപ്പാഠമാക്കുന്നതായിരുന്നു ഇമാമിന്റെ ശൈലി. ഒരു വട്ടം നോക്കിയോതും, പിന്നെ മനം ചെയ്യും, തുടർന്ന് കാണാതെ പാരായണം ചെയ്യുമായിരുന്നു. ഇതായിരുന്നു ഇമാമിന്റെ ശൈലി. ഒറ്റ ദിവസം കൊണ്ടായിരുന്നു അത്രേ സൂറത്തുൽ മറിയം ഹിഫ്ള് ചെയ്യുന്നത്. 12-ാമത്തെ വയസ്സിൽ ഇമാമിന് ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരം ലഭിച്ചു. ഹറം പള്ളിയിൽ വിശ്വാസികൾക്ക് തറാവീഹ് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ ആ പ്രായത്തിൽ തന്നെ ഇമാമിന് ഭാഗ്യം ലഭിച്ചു. ഇമാം ഇബ്നു അജറുൽ അസ്ഖലാനിയുടെ മസാർ വരുന്നത് ഓൾഡ് കൈറോയിൽ ഖറാഫയിൽ ഷാഫി ഇമാമിന്റെ മസാറിന്റെ തൊട്ടടുത്തായിട്ടാണ്.